വണ്ടി ഇതാ വരുന്നുണ്ട്. ഒരു പക്ഷേ ഇവനെ ക്യാപ്ചർ ചെയ്യുന്ന അവസാന മൊമെൻ്റ് ആയിരിക്കും ഇത്, എന്നെ സംബന്ധിച്ചിടത്തോളം. ഇവന് മിക്കവാറും ഓണം കഴിയുമ്പോൾ ഇവൻ LHB ആവും എന്നൊരു കരക്കമ്പി ഞാനും കേട്ടു. അപ്പം കാരണം ഇവന് റേക്ക് ഷെയറിംഗ് ഇല്ലാത്ത ഒരു വണ്ടിയാണ് നമ്മുടെ പരശുവിന് വേറെ ഒരു വണ്ടികളായിട്ട് റേക്ക് ഷെയറിംഗ് ഇല്ല നിലവിൽ. അപ്പോൾ ഇനിയിപ്പം LHB ആകുമ്പോൾ P4 തന്നെ ആയിരിക്കും എന്നൊരു പ്രാർത്ഥനയുണ്ട്. കാരണം P4 ആകുമ്പോൾ അറിയാമല്ലോ, P4 പുലിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവന് മിസ് ചെയ്യാൻ തോന്നൂല ഗൈസ്. ഇപ്പോൾ നമ്മുടെ പാലുവിൻ്റെ കൂടെ മിക്കവാറും WP4 തന്നെയാണ് വരുന്നത്. അതുപോലെ ഇവൻ്റെ കൂടെയും WP4 തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവൻ്റെ സഹോദരനെ നമുക്ക് വഴിയിൽ സ്പോട്ട് ചെയ്യാം. അവൻ മിക്കവാറും ഇവിടെ എത്താറായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വന്ദേ ഭാരതിന് വേണ്ടി അവന് പുതുക്കാട് പിടിച്ചിട്ടുണ്ടാവും. അപ്പം അവനിപ്പം വന്ദേ ഭാരത് 16 റേക്ക് ആയിട്ടുണ്ട് ഓൾറെഡി. നമ്മളിന്നും പരശുരാമൻ്റെ സെക്കൻഡ് ക്ലാസ്സിലാണ് പോകുന്നത്, ചെയർ കാറിലല്ല, നമ്മുടെ സെൻറ്റിമെൻറ്റ്സ് വണ്ടി. ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ പരശുരാമിൽ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ വന്നിട്ടുണ്ട് വണ്ടി. നമ്മുടെ ജനശതാബ്ദി കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള വണ്ടി ഇതാണ്. പക്ഷേ ഇതിൻ്റെ മുമ്പിൽ ശബരി ഇതിന് തൊട്ട് പിന്നിലാണെങ്കിൽ ശബരി വണ്ടിനോ നമ്മുടെ വണ്ടീനോ ഓവർടേക്ക് അടിക്കും. എവിടെയോ വെച്ച് ഇവിടെ വന്നിട്ടാണ്, നാട്ടിൽ വന്നിട്ടാണ്. എനിക്ക് തോന്നുന്നു അങ്കമാലി വെച്ചിട്ടാണ് ഓവർടേക്ക് അടിക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പം പരസ്യം ഉണ്ടാവുമായിരിക്കും. പരസ്യം കുറച്ച് കഴിയുമ്പോൾ ഇപ്പം മിക്കവാറും ജനശതാബ്ദിയൊക്കെ പരസ്യം വന്ന പോലെ ഇവനും ചിലപ്പം തുടക്കത്തിലൊക്കെ നല്ല ഇതായിരിക്കും, പരസ്യം ഇല്ലാണ്ടായിരിക്കും ഇവിടെ. പിന്നെ കുറേ കഴിയുമ്പോൾ തിരുവനന്തപുരം, ഇതിപ്പം പാലക്കാട് ഡിവിഷൻ്റെ വണ്ടിയല്ലേ, അവരെങ്ങനെ ഇതിനെ കെയർ ചെയ്യുന്നു അതുപോലെ ഇരിക്കും. അപ്പം അധികം താമസിക്കാതെ ഇവനും LHB ആവുമെന്ന് കേട്ടു. ശരിക്കും ICF തന്നെയാണ് നല്ലത് ഒരു കണക്കിൽ. ICF കോച്ച് തന്നെയാണ് ഒരു പരിധി വരെ ട്രാവലിംഗ് സുഖം, ICF കോച്ച് തന്നെയാണ്. പക്ഷെ സേഫ്റ്റി നോക്കുമ്പം LHB ആണ് ബെറ്റർ. നമ്മുടെ പാരന്റ് ട്രെയിൻ വരുന്നുണ്ട്. ഇന്ന് 2 പേര് ഇവിടെ വെച്ച് കാണാനുള്ളൊരു സൗഭാഗ്യം നമുക്ക് കിട്ടി. ചിലപ്പോൾ ഇതൊരു ലാസ്റ്റ് വീഡിയോ ജേണി ആയിരിക്കും. ഞാനിപ്പം അൺറിസർവ്ഡ് ബാക്കിലോട്ട് പോകും. ഒരു വണ്ടി ഒരുപാട് നീളമുണ്ടല്ലോ, ഇപ്പോൾ ഏത് കോച്ചിലും കയറാം. ചെയർ കാറ് വേണ്ട, സെക്കൻഡ് ക്ലാസ് മതി. ഇതൊക്കെ ചെയർ കാറാണല്ലോ. ഇവിടെ ഇല്ല, ഇപ്പുറത്ത് കയറാം. ഫ്രൈറ്റ് മഹാരാജാണ് ഞാൻ പറഞ്ഞില്ലേ, മിക്കവാറും ഫ്രൈറ്റ് ആയിരിക്കുന്നു. AG9 ഇതാ നമ്മുടെ ഫ്രൈറ്റ് കയറി വരുന്നു. BCNA ഗുഡ്സ്. BCNA ഗുഡ്സ് ആണ് കടന്നു വരുന്നത്. BCNA സിഗ്നൽ ഗ്രീനാണ്. AG9 ട്വിൻസ് ആണെന്ന് തോന്നുന്നു കേട്ടോ, അല്ല സിംഗിൾ ലോക്കോ ആണ്. റെയർ സംഭവം കേട്ടോ അത്. വാഗ്നർ HC. ഷെഡ് മനസ്സിലായില്ല ഇതിൻ്റെ. ഫുള്ളി ലോഡഡ് BCNA ഇതാ നമ്മുടെ ഫുള്ളി ലോഡഡ് അല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഫുള്ളി ലോഡഡ് അല്ലാന്ന് തോന്നുന്നു, കാര്യം തോന്നുന്നു. അല്ലെങ്കിൽ സിംഗിൾ ലോക്ക് വെച്ച് വിടില്ല, അറിയില്ല. ചിലപ്പോൾ സിംഗിൾ ലോക്ക് വെച്ചിട്ട് തന്നെ ഇങ്ങനെ വരാറുണ്ട് ബുക്സ്. സിംഗിൾ ലോഡഡാണോ ഇത് അറിയില്ല എനിക്ക്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ഫ്രൈറ്റായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അന്നൊക്കെ ഡീസൽ എഞ്ചിൻ വെച്ചിട്ടായിരുന്നു ഇവരൊക്കെയായിരുന്നു ഏറ്റവും കൂടുതൽ ഓടിയിരുന്നത്. ഈ നമ്മുടെ BCNയും BTPN ഒക്കെ ആയിരുന്നു ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരുന്നത്.
ഇപ്പോൾ ഗുഡ്സിൻ്റെ തന്നെ ഒരുപാട് പുതിയ പുതിയ വാഗൺസ് ഇന്ത്യൻ റെയിൽവേയിൽ വന്നു. ഇപ്പം ഒരുപാട് കാരേജ് ഗുഡ്സ് കാരേജ് കപ്പാസിറ്റി മാറിയിട്ടുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഈ ഗുഡ്സിൽ കണ്ടോ നിങ്ങൾ, ഓരോ സ്ഥലത്തേക്കൊക്കെ കണ്ടോ, ഓരോ സോണിലേക്ക് പോകേണ്ട റേക്കുകളാണത്. കണ്ടോ, ഈ ഗുഡ്സിന് മാത്രമേ ഒരു പ്രത്യേകതയുള്ളൂ. എപ്പോഴും ഡിഫറെൻറ്റ് സ്ഥലങ്ങളിലേക്കുള്ള റേക്ക് ഒരുമിച്ച് പോകുന്നത്. അത് നമുക്ക് ഗുഡ്സിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതായത് അങ്ങനെയെന്ന് പറഞ്ഞാൽ ഓരോ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് അലോട്ട് ചെയ്യുന്നൊരു സമ്പ്രദായം ഗുഡ്സിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. നമ്മുടെ ട്രെയിൻ ഇതാ കടന്നു പോയിരിക്കുന്നു. ഇനിയിപ്പം സെക്ഷൻ ഗ്യാപ് ബ്ലോക്കാണ് തോന്നുന്നു. ഇനി നോക്കാം. നമ്മുടെ എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീനല്ല, എറണാകുളം KSR ബാംഗ്ലൂർ വന്ദേ ഭാരത് 16 കോച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ അവൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇട്ടില്ല. ഇന്ന് മിക്കവാറും നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ അവനെ നമ്മൾ കവർ ചെയ്യും. അപ്പോൾ പാസഞ്ചറിന് പോകുമ്പോൾ എന്തായാലും നമ്മൾ മിക്കവാറും അവനെ കവർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവന് LHB ആയിട്ടുണ്ട്. ഇപ്പോൾ 16 കോച്ചിലാണ് ഓടുന്നത്. ഇപ്പോൾ 8 കോച്ച് മാറി 16 കോച്ചായി. നമ്മുടെ മെമുവിൻ്റെ ഒക്കെ വലിപ്പമായി ഏകദേശം. നമ്മുടെ ഷൊർണൂർ മെമു 18 കോച്ചാണ്. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ 18 കോച്ചാണ് മെമുവിനുണ്ടായിരുന്നത്, നമ്മുടെ മെമുവിന്. അപ്പോൾ അതിനേക്കാളും 2 കോച്ച് കുറവാണ്. 18 പകരം 16 ആണെന്നേ ഉള്ളൂ. ഇത് മിക്കവാറും നമ്മുടെ ശബരി ആയിരിക്കണം കേട്ടോ. സെക്കന്ദരാബാദിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന നമ്മുടെ ശബരി സൂപ്പർ ഫാസ്റ്റാണിത്. ഈ വണ്ടിയിൽ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് എറണാകുളം വരെ യാത്ര ചെയ്തിട്ടുണ്ട്. അടിപൊളി വണ്ടിയാണ് കേട്ടോ, സൂപ്പർ വണ്ടിയാണ്. പക്ഷേ ഈ പാവത്തിന് എറണാകുളത്ത് ചെല്ലുമ്പോൾ വന്ദേ ഭാരത് ഓട്ടിയടിക്കും. എറണാകുളം ടൗണിൽ ചെല്ലുമ്പോൾ മിക്കവാറും നമ്മുടെ എറണാകുളം KSR ബാംഗ്ലൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓവർടേക്ക് അടിക്കും. അപ്പോൾ നമ്മുടെ ശബരിയാണ് വരുന്നത്. സെക്കന്ദരാബാദ് തിരുവനന്തപുരം സെൻട്രൽ ശബരി സൂപ്പർ ഫാസ്റ്റ്. ഷിൻചാൻ ശബരി ഇതിൽ മിക്സഡാണ് ഗൈസ്. ഇപ്പോൾ രാമരാജിൻ്റെ പരസ്യം കൊണ്ട് എല്ലാം ഉണ്ട്. അവിടെ നിന്ന് ആരോ വരുന്നുണ്ടല്ലോ ഓപ്പോസിറ്റ് സൈഡിൽ. ആരാന്നറിയില്ല, ഗ്രീനാണ്. അപ്പോൾ പരസ്യം പിന്നെയും ലേറ്റ് ആവാനാണ് ചാൻസ്. ഇവൻ മിക്കവാറും പരശുവിനെ ഓവർടേക്ക് അടിച്ച് കയറി പോകുന്നുണ്ടാവും കേട്ടോ. ഇവൻ മിക്കവാറും പരശുവിനെ ഓവർടേക്ക് അടിച്ച് കയറി പോകുന്നുണ്ടാവും. കന്യാകുമാരി പോകത്തേക്ക് പോകുന്ന പരശുരാമിനെ ഓവർടേക്ക് അടിച്ചിട്ടായിരിക്കും ഇപ്പോൾ അവൻ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം അടുത്തത് ആരാ വരുന്നതെന്ന്. ശബരി ആയിരിക്കണം. ശബരിന് മുമ്പിൽ രപ്തി സാഗർ പോയിട്ടുണ്ട്. അപ്പം ശബരി കുട്ടന് ക്ലിയറൻസ് കിട്ടൂല ഗൈസ്. നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ശബരി. നമുക്ക് കോയമ്പത്തൂരൊക്കെ പോകാൻ പറ്റിയ വണ്ടി തന്നെയാണത്. ഞാൻ ഒരു പ്രാവശ്യം ഈ വണ്ടിയിൽ കോയമ്പത്തൂർ വരെയോ അല്ലെങ്കിൽ ഈറോഡ് വരെ സേലം വരെയൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഈ വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പില്ല, അതാ പ്രശ്നം. നമ്മുടെ WP7 ചെക്കനായിട്ട് ലാലാഗുഡ WP7 30-65-9 തിരുവനന്തപുരം സെക്കന്ദരാബാദ് ശബരി സൂപ്പർ ഫാസ്റ്റ്. ഇവൻ്റെ സഹോദരൻ വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു എറണാകുളം വരെ. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ, പറയാതെ വയ്യ. എനിക്ക് ഒരു ബർത്ത് ഫുള്ള് കിട്ടിയ വണ്ടിയും കൂടിയാണ് നമ്മുടെ ശബരി. തിരുവനന്തപുരം ഡിവിഷനോട് ഒത്തിരി നന്ദി പറയാനുണ്ട് ആ കാര്യത്തിൽ. എന്തായാലും ഇന്ത്യൻ റെയിൽവേയോട് ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ശബരി പോവാണ്. ഓ ഷ്രിൽഹോൺ നമ്മുടെ ഷ്രിൽഹോണുമായിട്ട് WP7 പോവാണ്. ലാലാഗുഡ WP7 ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന WP7 ലോക്കോസാണ് ലാലാഗുഡയ്ക്കുള്ളത്. ഇന്ത്യയിലെ അന്ന് വടക്കുന്ന് നമ്മുടെ തെക്ക് ഭാഗത്തേക്ക് വരെ സർവീസ് നടത്തുന്നത് നമ്മുടെ ലാലാഗുഡ WP7 നമ്മുടെ ശബരി എക്സ്പ്രസ് കടന്നു പോകുന്നത്. ഈ വണ്ടിക്ക് ഇരിഞ്ഞാലക്കുട സ്റ്റോപ്പ് കിട്ടണമെന്ന് അഭിപ്രായമുള്ളവർ കമൻറ്റ് ചെയ്യുക. കാരണം സെക്കന്ദരാബാദ് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉപകാരമാവും. ഹൈദരാബാദ് ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉപകാരമാവും ഈ വണ്ടിക്കൊക്കെ ഇവിടെ സ്റ്റോപ്പ് കൊടുക്കുന്നത്.
എൻ്റെ അഭിപ്രായമാണ് കേട്ടോ, അതിലാരും നെഗറ്റീവ് കമൻ്റ് ഇടാൻ നിൽക്കരുത്. ഇത് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അത്യാവശ്യം പെരിഞ്ഞെല്ലാം കൂടെ സ്റ്റോപ്പ് കൊടുക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഈ വണ്ടിക്ക്. കാരണം ഒരുപാട് പേർക്ക് ഉപകാരമാണ്. ശബരിക്കൊക്കെ ഇവിടെ, ശബരി, നേത്രാവതി, മംഗള തുടങ്ങിയ വണ്ടികൾക്കൊക്കെ ഇവിടെ സ്റ്റോപ്പ് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇതാ ശബരി എക്സ്പ്രസ് പോയി കഴിഞ്ഞു. തകർക്കുകയാണല്ലോ, തകർക്കാനുള്ള
സിറ്റിയിൽ യാത്ര ചെയ്യാം. റിവ്യൂ ഞാൻ പിന്നീട് പറയാം. എന്തായാലും നമ്മൾ ഇവിടെ പറയേണ്ട സമയമായി. നമ്മുടെ പശുവിൻ്റെ വീഡിയോ അവിടെ വെച്ചിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. സെൻറ്റിമെൻറ്റ്സ് വണ്ടിയോട് ഇവിടെ പറയേണ്ട സമയമായി. പിന്നെ ഈ ഓണം കഴിയുമ്പോൾ ഇവനും LHP ആവും എന്ന് കരുതി കൃത്യമാവട്ടെ എന്തായാലും. അപ്പം എന്നാൽ ഇവനും ഒരുപാട് പ്രയോജനപ്പെടും. എല്ലാത്തിലും കംഫർട്ടബിളായിരിക്കും. കംഫർട്ടബിൾ പ്ലസ് സേഫ്റ്റി നമുക്ക് ഐശ്വര്യം തന്നെയാണ് മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഷോറൂമിൽ തൃശ്ശൂർ ഷോറൂമിൽ ഇല്ല, ഷോപ്പ് പോകണം. തൃശ്ശൂർ ഔട്ടറിലേക്ക് തൃശ്ശൂർ എത്തിച്ചേർന്നു. ശിവപ്പേരു പിന്നെ പറഞ്ഞത് പോയിട്ട് നോക്കിയിട്ട്